മറ്റത്തൂർ വെള്ളിക്കുളങ്ങരയിൽ കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മറ്റത്തൂരിൽ പഞ്ചായത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള വെള്ളിക്കുളങ്ങരയിൽ കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പഞ്ചായത്തിലെ ഒട്ടുമിക്ക സർക്കാർ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന വെള്ളിക്കുളങ്ങരയിൽ കളിസ്ഥലമില്ലാത്തതിനാൽ കായിക പരിശീലനത്തിന് സൌകര്യമില്ലാതെ വിഷമിക്കുകയാണ് പ്രദേശത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും. മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ വെള്ളിക്കുളങ്ങരയിൽ കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, KSEB ഓഫീസ്, സഹകരണ ബാങ്ക്, ടെലിഫോൺ എക്സ്ചേഞ്ച്, വിവിധ സ്കൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ വെള്ളിക്കുളങ്ങരയിലുണ്ടെങ്കിലും പൊതുകളിസ്ഥലം ഇവിടെയില്ല. വിസ്തൃതമായ മറ്റത്തൂർ പഞ്ചായത്ത് വിഭജിക്കപ്പെടുമ്പോൾ പുതിയ പഞ്ചായത്ത് രൂപം കൊള്ളാനിരിക്കുന്നതും വെള്ളിക്കുളങ്ങര ആസ്ഥാനമായാണ്. മറ്റത്തൂർ, കോടശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ ഈയിടെ പഞ്ചായത്ത് അധീനതയിൽ വന്നുചേർന്ന സ്ഥലം ഉപയോഗപ്പെടുത്തി കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിന് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരുപാട് കായിക പ്രതിഭകളുണ്ട്. അവർക്കൊരു പരിശീലനം നേടാനോ മറ്റു കാര്യങ്ങൾക്കോ, അതുപോലെ തന്നെ 2 സ്കൂളുണ്ട്. ആ സ്കൂളിലെ ഈ നമ്മുടെ വെള്ളിക്കുളങ്ങര പ്രദേശത്ത് ഒരു കളിസ്ഥലം പൊതുവായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇവിടെ നമുക്കിത് ഇപ്പം പുറമ്പോക്ക് പഞ്ചായത്തിന് ലഭിച്ച ആ സ്ഥലത്ത് ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതിനുള്ള നിയമ നടപടി എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത്. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വെള്ളിക്കുളങ്ങര പട്ടികജാതി കോളനിയിലെയും പരിസര പ്രദേശങ്ങളിലെയും യുവജനങ്ങളും വിദ്യാർത്ഥികളും കളിസ്ഥലമില്ലാത്തതിനാൽ കായിക വിനോദങ്ങൾക്കോ പരിശീലനത്തിനോ കഴിയുന്നില്ലെന്ന് പൊതുപ്രവർത്തകനായ തിലകൻ കുന്നുമേൽ പറഞ്ഞു. ഈ വെള്ളിക്കുളങ്ങരയ്ക്ക് തനതായിട്ട് ഒരു പ്ലേ ഗ്രൗണ്ടോ മറ്റു കായിക കലാപരിപാടികളോ ഏർപ്പെടുന്നതിന് പ്രത്യേകമായൊരു സ്ഥലമില്ല. ഇവിടുത്തെ സ്ഥലവാസികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സ്കൂൾ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഒരു നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ആക്കിയെടുക്കുന്നതിന് ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇത് മുഖേന ഉണ്ടാവണം. വെള്ളിക്കുളങ്ങര തോടിന് സമീപം പഞ്ചായത്തിന് ഈയിടെ ലഭിച്ച പുറമ്പോക്ക് സ്ഥലം അജൈവ മാലിന്യം ശേഖരിക്കാനുള്ള MCF കേന്ദ്രമാക്കി മാറ്റാനാണ് പഞ്ചായത്ത് ആലോചിക്കുന്നതെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. കളിസ്ഥലത്തിനായുള്ള ജനങ്ങളുടെ മുറവിളി പരിഗണിക്കാതെ പട്ടികജാതി കോളനിക്കും വെള്ളിക്കുളം വലിയ തോടിനും സമീപം MCF സ്ഥാപിക്കാനുള്ള നീക്കം പ്രതിഷേധാർഹമാണെന്ന് പ്രദേശവാസിയായ സുബ്രൻ പറഞ്ഞു. ഒരു കളിസ്ഥലം അനുവദിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ ദേശത്തിലെ എല്ലാ ആൾക്കാർക്കും അത് വളരെ ഉപയോഗപ്രദമായ കാര്യങ്ങളാണ്. അതല്ലാതെ ഇവിടെ മാലിന്യ സംസ്കരണം നടത്താൻ പോകുന്നുണ്ട് ഒരു വാർത്ത അങ്ങനെ പറഞ്ഞിരുന്നു. അത് ശരിയാണെന്നറിയില്ലെങ്കിലും അതിന് അനുവദിച്ചുകൂടാത്തൊരു കാര്യമാണ്. TCV ന്യൂസ്, കൊടകര.